അയ്യോ നല്ല നല്ല ജ്യൂസി ആയിട്ടുണ്ട്. മിസ്റ്റർ ഫ്രയർ ലൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പൊരിച്ചതാണ്. അത് സീബാസ് അല്ലെങ്കിൽ കളാഞ്ചി എന്ന നാട്ടിലൊക്കെ പറയുന്ന ഒരു മീനാണ്. എന്നാൽ നമുക്ക് അതിലേക്ക് നോക്കാം. ഞാൻ മീനൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചേക്കെയാണ്. നമുക്കെന്നാൽ മീൻ കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ അടുത്തുള്ള പാൻ എന്ന് പറയുന്നത് ഈ വലിയ മീൻ അതിനത് ഫിറ്റ് ആവത്തില്ല. അപ്പോൾ ഞാനത് അതിൻ്റെ വാലറ്റും ഒരു കുറച്ച് ഞാൻ കണ്ടിച്ച് മാറ്റുക. എന്നിട്ട് don't be scared, yeah. നമുക്ക് ഇതിനകത്ത് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിന് മെയിനായിട്ടും വേണ്ടത് 4 പൊടി ഐറ്റംസ് ആണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പകുതി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് പകുതി നാരങ്ങ മതി. പിന്നെ നമുക്ക് 2 പച്ചമുളകും കൂടെ വേണം. അപ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നാരങ്ങ എന്തെങ്കിലും കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം നാരങ്ങ ഒന്ന് കട്ട് ചെയ്യാൻ പോവാം. കട്ട് ചെയ്തിട്ട് നാരങ്ങ ഇതിനകത്ത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇത് ചെയ്യാൻ കുഴയ്ക്കാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നാരങ്ങ എടുത്ത് എന്നിട്ട് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി, ഒരു കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി. നമ്മൾ കൂടുതലും കുരുമുളക് പൊടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 1/4 ടേബിൾ സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പ് നമ്മളൊരു അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കായപ്പൊടി നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഞാനത് കുഴച്ചിട്ടുണ്ട്. അപ്പം നാരങ്ങ നല്ല ജ്യൂസി ആയിട്ടുള്ള നാരങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം, ഒരു 3-4 ഡ്രോപ്സ് വെള്ളം നമുക്കിത് ഒഴിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയുണ്ട്, അതിൻ്റെ ആവശ്യം വന്നില്ല. നമുക്കിത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിക്കുക. അപ്പോൾ ഈ വരഞ്ഞ ഭാഗത്തെല്ലാം ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് എൻ്റെ നമുക്കിത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജ് വെക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10-25 മിനിറ്റോളം ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് ഇനി ഒരു പാൻ, ഇത് പൊരിക്കാനുള്ള പാൻ അടുപ്പ് വെക്ക്. അത് ഹീറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട്, അത് ഹീറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് 2 പച്ചമുളക് ഇതിൻ്റെ കണ്ടിച്ചെടുക്കാനുണ്ട്. ഞാനത് നന്നായിട്ട് കണ്ടിച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ
ഉപയോഗിച്ച് വറുത്തെടുക്കുമ്പം ഇതിന് പ്രത്യേകിച്ച് ഈ കളാഞ്ചിയുടെ സ്കിന്നൊക്കെ എനിക്ക് മീനിൻ്റെ സ്കിൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ സ്കിന്ന് നല്ല കട്ടിയുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ നല്ല നല്ല മുരിഞ്ഞ് വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ സ്കിന്നൊക്കെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ. അപ്പം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്കിനിയിപ്പം മീനിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. മീൻ ഞാൻ ആ മുളകിൻ്റെ മണ്ടയ്ക്കാണ് മീൻ വെച്ചത്. അപ്പം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. തീ കുറച്ച് അത്യാവശ്യം അടച്ച് വെച്ചിട്ട് തീ കുറച്ചിടണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്ന് എടുത്ത് തിരിച്ചിട്ട് നമുക്കത് തിരിച്ചിടാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് തീ കുറച്ചിട്ട് നമുക്കെന്നാ തുറന്ന് നോക്കാം. തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലേറ്റൊക്കെ ഡെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഒരു നാരങ്ങ, ഒരു പാകി നാരങ്ങ ഞങ്ങളിങ്ങനെ നന്നായിട്ടൊന്ന് ചെയ്ത് ഒഴിക്കുക. പൊന്നു സാറേ ഒരു രക്ഷയില്ല. നല്ല കിട്ടില്ല മണം, ഒരു രക്ഷയില്ലാത്ത മണം. കുറച്ചുകൂടെ നാരങ്ങ നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ നാരങ്ങ ഇവിടെ വെക്കാം. നമ്മൾ അടുത്ത് തിരിച്ചിടുമ്പോൾ അടുത്ത ഭാഗം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ട്രൈ നോക്കാം. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മണം. അടിപൊളി നല്ല ജ്യൂസി ആയിട്ട് എന്താ അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞോട്ട് ആ സ്കിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീനിൻ്റെ സ്കിന്ന് ഇങ്ങനെ മുരിച്ചാണ് അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് എൻ്റെ സ്കിന്ന്. കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും നാരങ്ങയുടെയും പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. അടിപൊളി, നല്ല നല്ല ഫ്ലഷിയാണ് ഈ മീൻ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ. ഇച്ചിരി ട്രൈ നോക്കിയാണേ. അയ്യോ നല്ല നല്ല ജ്യൂസി ആയിട്ടുണ്ട്.